ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭഗവാന്റെ കൃതികൾ വിവരിക്കുവാൻ 1000 നാവുള്ള അനന്തന് പോലും സാധ്യമല്ല എന്ന് ഓർത്തുകൊണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടും ഭദ്രകാളി അഷ്ടകത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഏതാനും കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഏവർക്കും നിത്യപാരായണത്തിനുതകുന്ന ഒരു സ്തോത്രകൃതിയാണ് ശ്രീ ഭദ്രകാളി അഷ്ടകം. ഏതൊരു പ്രാർത്ഥനയായാലും അത് അനുഷ്ഠിക്കുന്നതിന് ഇച്ഛാശക്തിയും ഈശ്വരചിന്തയും ഉണ്ടായിരിക്കണം. ഭദ്രകാളിയെ സ്തുതിച്ചുകൊണ്ട് ഗുരുദേവ തൃപ്പാദങ്ങൾ എഴുതിയ 8 ശ്ലോകങ്ങളും ഫലശ്രുതി ഉൾപ്പെടെ 9 ശ്ലോകങ്ങളടങ്ങിയ ഒരു കൃതിയാണ് ശ്രീ ഭദ്രകാളി അഷ്ടകം. ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ് ഇതിൻ്റെ രചന. 1912 ഇത് രചിച്ചതാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിവൻ ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണെങ്കിൽ ബ്രഹ്മശക്തിയുടെ പ്രതീകമാണ് ദേവി. ശക്തനും ശക്തിയും രണ്ടല്ലെന്ന് നമുക്ക് നിശ്ചയമാണല്ലോ, അല്ലേ? രണ്ടും ഒന്നു തന്നെ ആയതുകൊണ്ട് ഭക്തന്മാർ ചിലപ്പോൾ പ്രപഞ്ചത്തെ ശക്തൻ്റെ വിവിധ രൂപങ്ങളായും ചിലപ്പോൾ ശക്തിയുടെ വിവിധ രൂപങ്ങളായും ചിത്രീകരിക്കാറുണ്ട്. ദേവിയുടെ അല്പം ഭയാനകമായ രൂപമാണ് ഭദ്രകാളി പ്രതീകം. തേജോ ഗുണമുള്ള മനസ്സുകൾക്ക് ഏകാഗ്രപ്പെടാൻ തക്കവണ്ണമാണ് ഭദ്രകാളിയുടെ രൂപകൽപ്പന. രൂപത്തിനല്പം ഭയാനകതയുണ്ടെങ്കിലും ഭക്തർക്ക് ഭദ്രം ചെയ്യുന്നവളാണ് ഭദ്രകാളി. ഭദ്രമെന്നാൽ ഭാഗ്യമുള്ളത്, നന്മയുള്ളത് എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഭദ്രകാളിയെ 8 സംസ്കൃത ശ്ലോകങ്ങൾ കൊണ്ട് ഭാവസുന്ദരമായി സ്തുതിച്ചിരിക്കുകയാണ് സ്വാമി തൃപ്പാദങ്ങൾ ഈ ഭദ്രകാളി അഷ്ടകത്തിൽ. ദേവിയുടെ രൂപലാവണ്യം ഗുരുദേവ തൃപ്പാദങ്ങൾ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണഗതിയിൽ ദേവി ലളിതയാണ്. ഇവിടെ 1-ാമത്തെ ശ്ലോകത്തിൽ ഭദ്രകാളിയുടെ ബാലാമ്പൻ രൂപമാണ് ചിത്രീകരിക്കുന്നത്. 2-ാമത്തെ ശ്ലോകത്തിലൂടെ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ദേവിയുടെ കുറച്ചുകൂടി ഭയാനകമായ രൂപമാണ് ഭഗവാൻ വർണ്ണിക്കുന്നത്. 3-ാമത്തെ പദ്യത്തിൽ ആനന്ദസന്ദായകമായ ദേവിയുടെ രൂപവർണ്ണനയാണ്. ഇത് ദിവസേന പാരായണം ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ഫലങ്ങൾ സിദ്ധിക്കും എന്നത് നിസ്സംശയമാണ്. ഇനി 4-ാമത്തെ ശ്ലോകത്തിൽ ദേവിയെ മാതംഗീ ദേവിയായും മഹിഷാസുര മർദ്ദിനിയായുമാണ് ഭഗവാൻ സ്തുതിച്ചിരിക്കുന്നത്. 5-ാമത്തെ ശ്ലോകത്തിൽ ഭക്തരിൽ കാരുണ്യവും ദുഷ്ടരിൽ കഠോരതയും കാണിക്കുന്ന ദേവി രൂപമാണ്. അതായത് ജഗത് ജഗന്യായിട്ടും മാതംഗ സംഗാമിനിയായിട്ടുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. 6-ാമത്തെ ശ്ലോകത്തിൽ ആനന്ദ സ്വരൂപിണിയായും 7-ാമത്തെ ശ്ലോകത്തിൽ ആണെങ്കിൽ സംസാര ഘോര ദുരിതം മാറ്റിത്തരണമെന്ന് ദേവിയോട് അപേക്ഷിക്കുകയാണ്. 8-ാമത്തെ ശ്ലോകത്തിൽ ദേവിയെ മരണമില്ലാത്തവളായും സത്യദർശികൾക്ക് എല്ലാം ആരാധ്യയാണ് ദേവിയെന്നും വിവരിച്ചുകൊണ്ട് ഭഗവാൻ സ്തോത്രം ഉപസംഹരിക്കുന്നു. ദേവിയുടെ രൂപലാവണ്യം വർണ്ണിച്ചതിന് ശേഷം അത് പാരായണം ചെയ്താലുണ്ടാകുന്ന ഫലം എന്നതിനെക്കുറിച്ച് തൃപ്പാദങ്ങൾ പറയുന്നുണ്ട്. സത്യദർശിയായ ഗുരുദേവ തൃപ്പാദങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്. ദേവീ പാദപയോജ പൂജനമിതി ശ്രീഭദ്രകാള്യഷ്ടകം രോഗൗഖാഖന അനിലായിദമിദം പ്രാതപ്രഗേഹ പഠൻ ശ്രേയ ശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയീം ശ്രീദൈവീമനപായിനീം ഗതിമയൻ സോയം സുഖീ വർത്തതേ. അതായത് ദേവിയുടെ പാതാരവിന്ദങ്ങളെ പൂജിക്കുന്ന ശ്രീ ഭദ്രകാളി അഷ്ടകം നിത്യേന പാരായണം ചെയ്യുന്നവരുടെ രോഗങ്ങളാകുന്ന മേഘക്കൂട്ടങ്ങളെ കാറ്റടിച്ച് പറത്തിക്കൊണ്ട് പോകുന്നത് പോലെ പോകുന്നു എന്നാണ് ഗുരുദേവൻ പറയുന്നത്. ഇവിടെ എത്തരത്തിലുള്ള രോഗവുമായിക്കൊള്ളട്ടെ, എത്ര വലിയ മഹാവ്യാധിയുമായിക്കൊള്ളട്ടെ, അതെല്ലാം ഭദ്രകാളി അഷ്ടകം നിത്യേന പാരായണം ചെയ്യുന്നവൻ്റെ രോഗങ്ങളാകുന്ന മേഘക്കൂട്ടങ്ങളെ കൊടുങ്കാറ്റ് വന്ന് എപ്രകാരമാണോ വസ്തുവകകളെ പറത്തിക്കൊണ്ട് പോകുന്നത് അപ്രകാരം കാറ്റടിച്ച് പറത്തിക്കൊണ്ട് പോകുമെന്ന് ഭഗവാൻ ഇവിടെ അരുൾ ചെയ്തിരിക്കുന്നു. ഇത് പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യം, രോഗം തുടങ്ങിയ ലൗകിക ക്ലേശങ്ങൾ
നിശേഷം അകന്നു കിട്ടുന്നതാണെന്ന് ഭഗവാൻ ഒരു നൂറ്റാണ്ടിന് മുൻപേ തന്നെ നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. കൂടാതെ ഇത് ജപിക്കുന്നവർക്ക് ശ്രേയസ്, ശ്രീശിവകീർത്തി, കളങ്കമില്ലാത്ത സമ്പത്ത് എല്ലാം ഉണ്ടാകുന്നു. അതുമാത്രമല്ല, അവരുടെ അവസാന കാലഘട്ടത്തിൽ ദേവിയുടെ പാദപത്മങ്ങളിൽ വിലയം പ്രാപിക്കുന്നു എന്നും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരുൾ ചെയ്യുന്നു. ഭഗവാന്റെ അരുളിപ്പാടുകൾക്ക് പ്രസക്തിയേറുന്ന ഒരു കാലഘട്ടമാണിതെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഗ്രഹവും ശരീരവും ശുദ്ധമാക്കി വിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് നിത്യേന ശ്രീദേവിയെയും ഭഗവാൻ ശ്രീനാരായണ ഗുരുവിനെയും ധ്യാനിച്ചുകൊണ്ട് ശ്രീഭദ്രകാളി അഷ്ടകം പാരായണം ചെയ്യുക. ഓരോ ശ്ലോകവും അവസാനിക്കുന്നത് ശ്രീഭദ്രകാളി ഭജയും എന്നാണ്. അതായത് ശ്രീഭദ്രകാളിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ്. നമുക്ക് എല്ലാം ഉണ്ട്. ഒരു ദിവസം ഇതെല്ലാം അറ്റുപോകുന്ന, നിലച്ചു പോകുന്ന ഒരവസ്ഥയെപ്പറ്റി നമ്മളാരും ചിന്തിക്കാറേയില്ല. തൃപ്പാദങ്ങളുടെ ഒരേ ഒരു ഗദ്യപ്രാർത്ഥനയിലെ അവസാന വരികളായ ഈ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ പരമപദം പ്രാപിക്കുന്നതിനും പരമാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകണമേ എന്നുള്ള അപേക്ഷ, ഗദ്യരൂപത്തിലുള്ള ആ പ്രാർത്ഥനയിലെ ഈ ഗുരു അരുൾ നമ്മെ എല്ലാവരെയും ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നതാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ നമ്മിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൈവിടാതെ നമ്മെ നയിക്കുന്ന, കൈവിടാതെ നമ്മെ കാത്തുരക്ഷിക്കുന്ന ഭഗവാനെ അവിടുത്തെ പാദപത്മങ്ങളിൽ പൂജിച്ചർപ്പിക്കുന്ന ഒരു പൂവിൻ്റെ ഇതളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഗുരുദേവ. ധർമ്മം വിജയിക്കട്ടെ.